നമസ്കാരം, ഏവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജയസൂര്യ. കഴിഞ്ഞ 10ഓളം വീഡിയോ ലെസണുകളിലായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ ടെൻസസിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ ടെൻസസിൻ്റെ അവസാന ക്ലാസ് ആണ് എന്നുള്ളത് സന്തോഷപൂർവ്വം ആദ്യമായിട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിനി ശേഷിക്കുന്നത് രണ്ട് ടെൻസുകൾ മാത്രമാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും അതേപോലെ തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും. അപ്പം പുതുതായിട്ട് വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഉടനടി തന്നെ ടെൻസസിൻ്റെ ആദ്യം മുതലെയുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഓർഡറിൽ കാണണം എന്നുള്ളത് എല്ലാ വീഡിയോയിലും ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. നമുക്കിനി പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് ഇന്നത്തെ ടെൻസിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. വളരെ ലെങ്തി ആയിട്ടുള്ള പേര് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓൾറെഡി പഠിച്ചതാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അറിയുന്ന ഒരാൾക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ബുദ്ധിമുട്ടുള്ള ഒന്നല്ല. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ ഒന്ന് റിമെമ്പർ ചെയ്ത് നോക്കിയേ. സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING. അങ്ങനെയല്ലായിരുന്നോ? ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് അങ്ങനെയൊക്കെയല്ലായിരുന്നു നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പം ഹാവും ഹാസും എന്തായിട്ട് മാറ്റണം? അതിൻ്റെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഹാഡാണ്. അപ്പോൾ സ്ട്രക്ചർ എഴുതാൻ വളരെ എളുപ്പമാണ്. ആദ്യമായിട്ട് നമ്മൾ എഴുതേണ്ടത് പതിവ് പോലെ നമ്മൾ ഒരു സബ്ജക്റ്റ് എഴുതുന്നു. സബ്ജക്റ്റ് എഴുതിയതിന് ശേഷം നമുക്ക് എഴുതാനുള്ളത് ഓക്സിലറി വെർബുകളാണ്. ഹാവും ഹാസും ആയിരുന്നു പ്രസൻറ്റ് ടെൻസ്. ഇത് പാസ്റ്റ് ആണ്. ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഹാഡാണ് നമ്മൾ എഴുതേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം. ഇതാണ് സ്ട്രക്ചർ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോമാണ് നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇതിൽ ഓരോന്നും നമുക്ക് താഴത്തേക്ക് ഇറക്കി എഴുതിയിട്ട് നമുക്കൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒരു സബ്ജക്റ്റാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അല്ലേ? സബ്ജക്റ്റ് അറിയാം, ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഐ, യു, ദേ, വി, കാറ്റ്, ഫിഷ്, ഡോഗ്, ഹ്യൂമൻ, ചിൽഡ്രൻ, ടീച്ചർ എല്ലാം എന്താണ്? സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് നമുക്ക് തൽക്കാലത്തേക്ക് എഴുതണം. തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പതിവ് പോലെ എഴുതാനുള്ളൊരു സുഖം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാജു എന്നെഴുതുന്നു. രാജു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാനിവിടെ എഴുതുന്നു. അതിന് ശേഷം എനിക്കെന്താണ് എഴുതാനുള്ളത്? ഹാഡാണ് എഴുതാനുള്ളത്. സംശയമൊന്നുമില്ലല്ലോ. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെ കൂടെ ഹാഡാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനെന്ത് എഴുതുന്നു? ഹാഡ് എന്ന് എഴുതുന്നു. രാജു ഹാഡ്. പിന്നെന്താ എഴുതേണ്ടത്? ബീൻ. രാജു ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. രാജു ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ശേഷം എന്തെങ്കിലും ചേർക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടി. എന്താണ്? രാജു ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. രാജു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സംശയം വന്നു. രാജു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ പറയാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്? രാജു വാസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്നെഴുതിയാൽ പോരെ? എന്തോ സംശയം ന്യായമായിട്ടും വരാം. എല്ലാവരും നമ്മൾ ഇങ്ങനത്തെ സെൻറ്റൻസ് പറയുന്ന സമയത്ത് നമ്മൾ പൊതുവേ രാജു വാസ് പ്ലേയിങ് ക്രിക്കറ്റ് അതായത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ അങ്ങോട്ട് എഴുതും അല്ലേ? അപ്പം അതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളൊരു ന്യായമായ സംശയം വരും. അത് മനസ്സിലാക്കണമെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ വേണം. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടൈം ലൈൻ വരച്ചിരുന്നു. അതേപോലെ ഒരു ടൈം ലൈൻ നമുക്ക് ഇവിടെ വരച്ച് നോക്കാം. ഞാൻ താൽക്കാലികമായിട്ട് ഇതൊന്ന് മായ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ടൈം ലൈനിലേക്ക് വരാം. ടൈം ലൈൻ ജസ്റ്റ് ഇങ്ങനൊരു ടൈം ലൈൻ നമ്മൾ സങ്കല്പിക്കുക. അപ്പം ഇതിലിതാ ഈ പോയിൻ്റാണ് നമ്മുടെ പ്രസൻറ്റ്. ഈ പോയിൻ്റ് നമ്മുടെ പ്രസൻ്റാണ്. അതായത് ഇപ്പോഴത്തെ നിമിഷമാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. വരാൻ പോകുന്ന നിമിഷം, ഇത് ഇപ്പോഴത്തെ നിമിഷമാണെങ്കിൽ വരാൻ പോകുന്ന നിമിഷം ഏതാണ്? ഇതെന്താണ്? ഫ്യൂച്ചറാണ്. സംശയമില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞു പോയ കാലം എന്താണ്? പാസ്റ്റാണ്. സംശയമില്ലല്ലോ. ഇത് പ്രസൻ്റാണ്, പാസ്റ്റാണ്, ഫ്യൂച്ചറാണ്. ഇനി നമുക്ക് ചോദ്യം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മുടെ ടൈം ലൈനിൽ എവിടെയാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം.
ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിനും മുൻപായിരിക്കണം. അതായത് പാസ്റ്റിൻ്റെയും മുമ്പ്. അതായത് ഇവിടെ ഒരു ആക്ഷൻ നടന്നു, ഇവിടെ ഒരു ആക്ഷൻ നടക്കുന്നു, ഇവിടെ ഒരു ആക്ഷൻ നടക്കുന്നു. ഈ ആക്ഷനും മുൻപ് മറ്റൊരു ആക്ഷൻ എന്ത് ചെയ്യാണ്? നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? അതായത് ഒരു ആക്ഷൻ പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബിഫോർ അനദർ ആക്ഷൻ. പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷന് മുൻപായിട്ട് മറ്റൊരാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ ഞാനുണ്ട്, ഓക്കെ. ഇവിടുന്ന് ഞാൻ ഈ നിമിഷത്തിൽ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇതാണ് ഈ മൊമെൻറ്റിൽ നടക്കുന്ന കാര്യം. ഓക്കെ, ഞാൻ ഇതിന് ഒരു 2 മണിക്കൂർ മുൻപ് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോയി. ഓക്കെ, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തി. ഞാൻ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയത് പാസ്റ്റ് ആക്ഷനാണ്. അതായത് ഞാനിവിടെ പഠിപ്പിക്കാൻ വരുന്നതിന് മുൻപാണ് ഞാൻ എങ്ങോട്ട് പോയത്? എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയത്. അതിനും മുൻപ് എൻ്റെ സുഹൃത്ത് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇപ്പം ഈ പ്രസൻറ്റിൽ നിന്ന്, അതായത് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ പറയാണ്, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവൻ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, പാസ്റ്റ് ആക്ഷനാണ്. ഞാൻ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയത് ഒരു പാസ്റ്റ് ആക്ഷനാണ്, കഴിഞ്ഞു പോയ ഒരു ആക്ഷനാണ്. അതിനും മുൻപ് തുടങ്ങിയ ഒരു ആക്ഷനാണ് എൻ്റെ സുഹൃത്തിൻ്റെ ക്രിക്കറ്റ് കളി. അതായത് ഞാൻ അവിടെ എത്തുന്നതിൻ്റെ മുമ്പേ അവൻ ക്രിക്കറ്റ് കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഞാൻ അവിടെ എത്തിയതും പാസ്റ്റ് ആക്ഷനാണ്, അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നതും പാസ്റ്റ് ആക്ഷനാണ്. അപ്പം അതാണ് ഒരു പാസ്റ്റ് ആക്ഷന് മുമ്പ് നടന്നുകൊണ്ടിരുന്ന മറ്റൊരു പാസ്റ്റ് ആക്ഷനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ നമ്മളിപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം, പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിൽ നിന്ന് പുറകോട്ട് നോക്കുമ്പോൾ 2 പാസ്റ്റ് ആക്ഷൻ ഇല്ല, ഇവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അതായത് ഞാനിപ്പോൾ പ്രസൻറ്റിൽ നിന്ന് പറയുകയാണ്, അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറയാം. പക്ഷേ ഇതെന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു പാസ്റ്റ് ആക്ഷൻ്റെ മുൻപത്തെ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവണ്ട, മലയാളത്തിൽ പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അർത്ഥം. അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഇത്. പക്ഷേ ഒരു വ്യത്യാസം മാത്രം, അതിന് മുൻപ് ഒരു പാസ്റ്റ് ആക്ഷൻ ഉണ്ടായിരിക്കും, അതിന് പുറകെ നടന്നൊരു സംഭവമാണ് എന്ത് പറയുന്നത്? അതിനു മുമ്പ് നടന്ന ആക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം എഴുതി നോക്കാം. ഓക്കെ, I had been eating an apple when രാജു came. രാജു വന്നപ്പോൾ ഞാൻ ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം. I had been eating an apple when രാജു came. രാജു വന്നപ്പോൾ ഞാനൊരു ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ എത്ര ആക്ഷൻ ഉണ്ട്? 2 ആക്ഷൻ ഉണ്ട്. ഒന്ന്, രാജു വന്നു. ഓക്കെ, രാജു വന്നു എന്നുള്ളത് ഒരു ആക്ഷനാണ്. അത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് V2. അറിയാമല്ലോ, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. സബ്ജക്റ്റ് പ്ലസ് V2. ഇത് സിമ്പിൾ പാസ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. ഈ ആക്ഷന് മുൻപ് രാജു വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? രാജു എന്ന് പറയുന്ന പാസ്റ്റ് ആക്ഷൻ സംഭവിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഞാൻ ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പാസ്റ്റിന് മുമ്പ് ഒരു സാധനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് അതിന് മുമ്പത്തെ ആക്ഷൻ. സോ I had been eating an apple. സബ്ജക്റ്റ് had പ്ലസ് been പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്, പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാസ്റ്റ് ആക്ഷൻസ് ഉണ്ട്. അതിൽ ഒരു പാസ്റ്റ് ആക്ഷൻ, ഇത് ആദ്യം നടന്ന പാസ്റ്റ് ആക്ഷൻ നമ്മൾ എങ്ങനെ പറയും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയും. രണ്ടാമത് നടന്നത് നമ്മൾ എന്തിൽ പറയും? സിമ്പിൾ പാസ്റ്റിൽ പറയും. മലയാളത്തിൽ ഇതാണ് അർത്ഥം. I had been waiting for the bus when she came.
അവൾ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഞാൻ ബസ് കാത്തു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറഞ്ഞ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഞാനൊരു ബോക്സ് വരച്ചു തരാം. നമ്മൾ പതിവ് പോലെ ചെയ്യുന്ന കാര്യങ്ങൾ വിവിധങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബോക്സ് വരച്ചു തരാം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, ഉപകാരപ്രദമായേക്കാം. ഓക്കെ, ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, രാം, സീത, all singular subjects, all singular subjects, all plural subject, all plural subject. എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ ഹാഡെന്ന് ചേർക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ബീരെന്ന് ചേർക്കണം. അതിൻ്റെ കൂടെ നമ്മൾ വെർബിൻ്റെ ING ഫോം. വെർബിൻ്റെ ING ഫോം എന്ന് പറഞ്ഞാൽ എന്താ? വെർബിൻ്റെ ING ഫോം എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ്, ടോക്കിംഗ്, വാക്കിംഗ്, പ്ലേയിങ്. ഇതെല്ലാം എന്താണ്? ഇങ്ങനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യുക. ഒരു സബ്ജക്റ്റ് എഴുതുക, ഹാഡ് എഴുതുക, ബീൻ എഴുതുക, വെർബ് അതിൻ്റെ ING ഫോമിൽ എഴുതുക. അപ്പം എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എഴുതുന്നത് മനസ്സിലായി. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലായി. ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെ എന്തൊക്കെ ചേർക്കണമെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് എന്താണ്? ഇതിൻ്റെ ക്വസ്റ്റ്യനും നെഗേഷനും. നമ്മൾ പതിവ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും പറഞ്ഞു തരാം. Raju had been playing cricket. Raju had been playing cricket. രാജു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോർ സം അനദർ ആക്ഷൻ ഞാൻ എഴുതുന്നില്ല, തൽക്കാലം ഇത് മാത്രം എഴുതുകയാണ്. രാജു ഹാഡ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഇതിനെ നെഗറ്റീവ് ആക്കണം. നെഗറ്റീവ് ആക്കാൻ എന്തായിരുന്നു ചെയ്യുക? 11 ടെൻസ് പഠിച്ചു കഴിഞ്ഞു. പറഞ്ഞേ എങ്ങനെയാ ചെയ്യുക? ജസ്റ്റ് ചിന്തിച്ച് നോക്കിയേ. അതെ, എളുപ്പമാണ്. ഓക്സിലറി വേർബ് കണ്ടെത്തുക, ഓക്സിലറി വേർബിൻ്റെ കൂടെ നോട്ട് ചേർക്കുക. 2 ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓക്സിലറി വേർബിനോട് നോട്ട് ചേർക്കുക. അപ്പോൾ എന്ത് കിട്ടി? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി. പറയാനൊന്നുമില്ലല്ലോ. അപ്പം രാജു എന്ന് നമ്മൾ എഴുതുന്നു. രാജു എന്ന് നമ്മൾ എഴുതുന്നു. ഹാഡാണ് ഓക്സിലറി. ഹാഡിൻ്റെ കൂടെ നോട്ട് ചേർത്ത് കൊടുക്കുക. ഹാഡിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ നെഗറ്റീവായി. ഹാഡ് നോട്ട് ബീൻ രാജു ഹാഡ് നോട്ട് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. എളുപ്പമല്ലേ? രാജു ഹാഡ് നോട്ട് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഒരുപാട് തവണ പറഞ്ഞതാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാക്കണം. എങ്ങനെയായിരുന്നു ചോദ്യം ഉണ്ടാക്കുക? ഇൻവേർഷൻ ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓക്സിലറി. എത്ര തവണ പറഞ്ഞതല്ലേ? ഇൻവേർഷൻ ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഓക്സിലറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും. ചെയ്ത് നോക്കാം. ഇതിനെടുത്ത് ഇൻവേർട്ട് ചെയ്യുക, ഇതിനെടുത്ത് ഇങ്ങോട്ട് ഇടുക, ഇതിനെടുത്ത് ഇങ്ങോട്ട് ഇടുക. അതായത് ഓക്സിലറിനെ എടുത്തിട്ട് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്കും സബ്ജക്റ്റിനെടുത്ത് ഓക്സിലറിൻ്റെ സ്ഥാനത്തേക്കും ഇടുക. അപ്പോൾ നോക്കിയോളൂ, ആദ്യം എന്ത് വരും? ഹാഡ് വരും അല്ലേ? ഈ ഹാഡ് ഇങ്ങോട്ട് വരുമല്ലോ. ഹാഡ്, അതിനുശേഷം രാജു, ഹാഡ് രാജു ബീൻ, ഹാഡ് രാജു ബീൻ പ്ലേയിങ് ക്രിക്കറ്റ്. ഹാഡ് രാജു ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തിടും? ചോദ്യം ചിഹ്നം ഇടും. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മളെന്തിടും? ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഓക്കെ, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെൻറ്റൻസ് ആയി, അതിൻ്റെ നെഗറ്റീവായി, അതിൻ്റെ ക്വസ്റ്റ്യനായി. ഒരുപാട് തവണ പറഞ്ഞതാണ്, അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. കുറച്ച് അധികം ഉദാഹരണങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും. അത് കാണണം, അത് ചെയ്ത് നോക്കണം. അതിൻ്റെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിലിടണം, ഞാൻ ചെക്ക് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അവസാനത്തെ ടെൻസ് ആയിട്ടുള്ള ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് കടക്കാം. ഓക്കെ, നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പതിവ് പോലെ ഒരു നീളൻ പേര് അല്ലേ? ഇപ്പോൾ ഇത് നീളൻ പേരുള്ള മൂന്നാമത്തതാണ് പഠിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസായി, അതേപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസായി. ഇപ്പോൾ ഇതാ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും മൂന്നാമത്തെ ഒരു നീളൻ പേര്.
പേര് മാത്രമേ നീളമുള്ളൂ, എളുപ്പമാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് പതിവ് പോലെ സ്ട്രക്ചർ കണ്ടെത്തണം. സ്ട്രക്ചർ കണ്ടെത്താൻ വലിയ കഷ്ടപ്പാടൊന്നുമല്ല. നമുക്കറിയാം ആദ്യം എന്ത് വേണം, സബ്ജക്റ്റ് വേണം. ആദ്യം എന്ത് വേണം നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം എന്ത് വേണം, സബ്ജക്റ്റ് വേണം. ഓക്കെ, അതിനുശേഷം എന്ത് വേണം എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഫ്യൂച്ചറിന് തന്നെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് പഠിച്ചിട്ടുണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് പഠിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഉപയോഗിച്ചിരുന്ന ഓക്സിലറി ഏതായിരുന്നു, വില്ലും ഷാലുമായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്യൂച്ചർ എന്ന് കണ്ടാൽ നമ്മൾ അപ്പം അങ്ങോട്ട് എഴുതിക്കുകയോ, വില്ലും ഷാലുമാണ് അതിൻ്റെ ഓക്സിലറി വെർബുകൾ എന്ന് പറയുന്നത്. വില്ല്, ഷാല്, വില്ല്, ഷാല്. ഓക്കെ, അതിന് ശേഷം നമുക്ക് എന്ത് വേണം, അതിന് ശേഷം നമുക്ക് വേണ്ടത് ഹാവ് ആണ്. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഹാവ് ആണ്. അതിന് ശേഷം നമുക്ക് വേണ്ടത് ബീനാണ്. ഓക്കെ, അതിന് ശേഷം നമുക്ക് വേണ്ടത് വേർബിൻ്റെ ING ഫോമാണ്. ഓക്കെ, ഒരല്പം നീളൻ അല്ലേ, ഒരല്പം നീളനാണ്. ഇവിടെ ഒരു ഓക്സിലറി, ഇവിടെ ഒരു ഓക്സിലറി ഒക്കെ വന്നു അല്ലേ. സബ്ജക്റ്റ് പ്ലസ് വില്ല് പ്ലസ് ഷാല് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഇത് ഓർത്ത് വെക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഇത് ഓർത്ത് വെക്കാനല്ല, മൊത്തത്തിൽ ടെൻസ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഫ്യൂച്ചർ ആണോ, നിങ്ങളുടെ ടെൻസ് ഫ്യൂച്ചർ ആണോ, അതിൽ ഓക്സിലറി വില്ലും ഷാലും ആയിരിക്കും. ഓക്കെ, പെർഫെക്റ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഹാവ്, ഹാസ്, ഹാഡ് അതിലേതെങ്കിലും ഒന്നുണ്ടായിരിക്കും. പിന്നെ ഉള്ളത് കണ്ടിന്യൂസ് ആണ്. ടെൻസ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ, കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ വെർബ് ഓൾവേസ് ING ഫോമിലായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസ് എന്ന് നിങ്ങളുടെ വെർബിൽ നിങ്ങളുടെ ടെൻസിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് വെർബ് V1 ആയിരുന്നോ V2 ആയിരുന്നോ V3 ആയിരുന്നോ ചിന്തിച്ച് പോകേണ്ട കാര്യമില്ല. കണ്ടിന്യൂസ് ആണെങ്കിൽ ING ആയിരിക്കും, കണ്ടിന്യൂസ് ആണെങ്കിൽ എപ്പോഴും ING ആയിരിക്കും. അപ്പം ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ ഓർത്ത് വയ്ക്കുക. സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാല് പ്ലസ് ഹാവ് പ്ലസ് ബീന് പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ഈ ഹാവ് എല്ലായ്പ്പോഴും ഹാവ് ആണ്, സബ്ജക്റ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് പോകരുത്. ഓക്കെ, നമ്മുടെ മെയിൻ ഓക്സിലറായിട്ട് ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഇത് എല്ലായ്പ്പോഴും ഹാവ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ സ്ട്രക്ചറിന് അടിസ്ഥാനമായിട്ട് ഒരു സെൻറ്റൻസ് എഴുതി നോക്കാം അല്ലേ. പതിവ് പോലെ ഞാൻ എളുപ്പത്തിൽ ഉള്ള ഒരു പേര് എഴുതുകയാണ്. ഞാൻ ഈ രാജു രാജു എന്ന് എഴുതുന്നത് പേരെഴുതാൻ ഭയങ്കര സുഖമായതുകൊണ്ടും വളരെ ചെറിയ പേരായതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരെഴുതാം. രാജു രാജു എഴുതി, അതിന് ശേഷം വില്ല്. ഓക്കെ, രാജു വിൽ ഹാവ്, രാജു വിൽ ഹാവ് ബീൻ, രാജു വിൽ ഹാവ് ബീൻ വർക്കിംഗ്, ING ഫോം ഓഫ് ദ വെർബ്. വർക്ക് എന്ന് പറയുന്ന വെർബ് ഞാൻ എഴുതി, അതിൻ്റെ കൂടെ ഞാൻ ING ഫോം ചേർത്തു, VING. രാജു വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ for 5 years by 2026. ഈ അടിയിലത്തെ ഭാഗം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ആദ്യം ഇതിൻ്റെ സ്ട്രക്ചർ മാത്രം ഒന്ന് മനസ്സിലാക്കുക. രാജു വില്ല് ഹാവ് ബീൻ ING. രാജു വിൽ ഹാവ് ബീൻ വർക്കിംഗ്. ബാക്കിയുള്ള കാര്യത്തിലാണ് സംശയം, അത് യൂസ് പറഞ്ഞു തരുമ്പോൾ ഞാൻ മനസ്സിലാവും. ഹിയർ ഫോർ 5 years by 2026. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലായി. ഇതെന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളൊന്നും തന്നെ നമ്മൾ നിത്യജീവിതത്തിൽ വളരെ അധികമായിട്ട് ഉപയോഗിക്കാത്തതാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലൊക്കെ നമ്മൾ സംസാരിക്കുക കുറവാണ്. എന്നിരുന്നാലും ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 കൂടി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായിരിക്കും, 5 വർഷമായിട്ടുണ്ടാകും എന്ന് പറയുന്ന സെൻറ്റൻസാണ്. നമ്മൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്, പക്ഷേ ഭയങ്കര കുറച്ച് കട്ടിയായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് അല്ലേ. അപ്പോൾ രാജു വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years by 2026. മറ്റൊരു ഉദാഹരണം കൂടി എഴുതി തരാം. ഈ സെൻറ്റൻസ് നോക്കുക. ഹി വിൽ ഹാവ് ബീൻ വർക്കിംഗ് എമംഗ് ദ പുവർ ഫോർ 50 years by the end of this month.
ഈ മാസ അവസാനത്തോടു കൂടി ദരിദ്രർക്കിടയിൽ അവൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 50 വർഷമായേക്കും 50 വർഷമായിട്ടുണ്ടാകും എന്ന് പറയുന്ന സെൻറ്റൻസാണ് ഇത്. അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന, അതായത് ഒരു കണ്ടിന്യൂസ് ആക്ഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, അതായത് പാസ്റ്റിൽ എപ്പോഴോ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രസൻറ്റിൽ എപ്പോഴോ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഈ തുടങ്ങിയ ആക്ഷൻ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് നീണ്ടു പോയിട്ട് ഒരു ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചറിൽ നിന്ന് സംസാരിക്കുകയാണ്. അവൻ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അവൻ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയായിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഞാനിപ്പം ഒരു പെർട്ടിക്കുലർ കോളേജിൽ ഞാൻ ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഞാൻ ജോലി ചെയ്യാൻ, എനിക്ക് അവിടെ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. ഞാൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 2030 ആകുമ്പോഴത്തേക്ക് ഞാൻ പറയും, ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 2030 ആകുമ്പോഴേക്ക് ഒരു 9 വർഷമായിട്ടുണ്ടാകും എന്ന് ഞാൻ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഫോർ 9 years ബൈ 2030 എന്നെനിക്ക് പറയാം. അപ്പം അത്തരത്തിലുള്ള സെൻറ്റൻസുകൾക്കാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട, നമ്മൾ അത്രയ്ക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സെൻറ്റൻസുകളൊന്നും തന്നെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാറില്ല. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടും അത്യാവശ്യം നമുക്ക് ഗ്രാമർ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുമാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതി തന്നത്. അപ്പം നമ്മൾ അവസാനത്തതും കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും അതേപോലെ തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും കഴിഞ്ഞു. ഇതോടുകൂടി നമ്മൾ 12 ടെൻസുകൾ അവസാനിപ്പിച്ചു. അപ്പോൾ ടെൻസസിൻ്റെ ലെസൺ ഇതോടുകൂടി അവസാനിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ടെൻസസ് മൊത്തത്തിലൊരു റിവിഷനായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതായത് ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു റിവിഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരിക്കൽ കൂടി കാണാം. അപ്പം അതുവരേക്കും ബൈ, നന്ദി.